ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് തേൻ നെല്ലിക്ക എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. തേൻ നെല്ലിക്ക വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒന്നാണ്. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കുത്തി കൊടുക്കേണ്ടത്. നിറയെ കുത്തി കൊടുക്കണം. ഇതിൻ്റെ അകത്ത് മധുരം കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടക്കോൽ ഉപയോഗിച്ചും കുത്തി കൊടുക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് നമുക്കൊന്ന് വരഞ്ഞു കൊടുത്താലും മതി. പക്ഷെ അതിലേറെയൊക്കെ നല്ലത് ഇങ്ങനെ കുത്തി കൊടുക്കുന്നതാണ്. അങ്ങനെയെല്ലാം നമ്മളിവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ടയും അതുപോലെ തന്നെ ഏലക്കയും ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്. എൻ്റെ അടുത്ത് കുരുമുളകിൻ്റെ പൊടിയുണ്ട്, അപ്പോൾ ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒന്ന് പഞ്ചസാര ഉപയോഗിച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ 1.5 കപ്പ് പഞ്ചസാര ഞാനിവിടെ മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 അച്ച് ശർക്കര ഒന്ന് മെൽറ്റാക്കി ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ച് കാണും. പക്ഷേ അത് ലാസ്റ്റ് ഒക്കെ ഒന്ന് മെൽറ്റായി വരുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഏലക്കായൻ്റെയും പട്ടൻ്റെയൊക്കെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു 20 മിനിറ്റോളം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ ആയി വരുമ്പോൾ ഇതിൻ്റെ നെല്ലിക്കയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മധുരം കയറി നല്ല ടേസ്റ്റി രൂപത്തിലായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നെല്ലിക്കയിലൊക്കെ മധുരം കയറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നെല്ലിക്ക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേന് ഇല്ലെങ്കിലും നമുക്ക് തേൻ നെല്ലിക്ക വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.